നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ കടന്നു വരും. ആ സമയം ഭഗവാനായി തന്നെ ചില കാര്യങ്ങൾ, ചില സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കി തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതായ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മഫലത്താൽ നെഗറ്റീവായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായ സാഹചര്യം, അത്തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം സമയങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നും ധനപരമായി നല്ല സമയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അല്പം അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുകയും, എന്നാൽ ചില കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സ്വന്തം നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ, അതായത് ഒരുപാട് വേദനിപ്പിക്കുന്നതായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും അത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കുവാൻ പോകുന്ന ഒരു സാഹചര്യം. ഏത് കാര്യത്തിലും പുനർവിചിന്തനം ആവശ്യമായ സമയമാണ്. നഷ്ടസാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയം, അല്ലെങ്കിൽ പ്രഷർ മൂലം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. ചതി പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നതും നിങ്ങളെ വിഷമത്തിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്നതും നിങ്ങളുടെ വിഷമങ്ങളുടെ കാരണം തന്നെയാണ്. ഈ സമയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും അത് കണ്ണടച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകരുത് എന്നതാണ് വാസ്തവം. ചിലർ ചതിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അവർ പറയുന്നതായ കാര്യങ്ങൾ അത് ശ്രദ്ധാപൂർവം വീക്ഷിച്ച് നിങ്ങൾക്ക് അനുകൂലമായത് മാത്രം എടുത്ത് മുന്നോട്ട് പോകണം. ഈ സമയം പല കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ്. നിങ്ങളെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളും മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരുടെ ചതിയുടെ മുഖം മൂടി പോലും പൊളിയുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളെ പിന്തുണയ്ക്കുവാൻ പലരും എത്തുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. നിങ്ങളെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്ന പലരെയും മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം വ്യക്തികൾക്ക് അമിതമായ സമയം നൽകാതിരിക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ പോലും നിങ്ങളെ വളരെയധികം കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത അത്തരം വ്യക്തികൾക്ക് സമയം നൽകാതിരിക്കുക എന്നതും പ്രാധാന്യമുണ്ട്. സഹായിച്ചാൽ പോലും പഴി കേൾക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളെ ചതിക്കാൻ വരുന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അകലം പാലിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സംരക്ഷണം നൽകുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യമായിരിക്കും മുൻപിലുണ്ടാവുക. അതായത് പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രകടമാകും എന്നതാണ് വാസ്തവം. സാമ്പത്തികമായി തകർന്ന ഒരവസ്ഥയിൽ നിന്നും
ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവസരങ്ങൾ വന്നു ചേരുന്നു. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമുണ്ട്. ജീവിതം പോലും മാറിപ്പോകുന്ന ഒരു സാഹചര്യം, അവസരം നിങ്ങളിലേക്ക് കടന്നു വരാം. പ്രാർത്ഥന, ഭഗവാനോടുള്ള പ്രാർത്ഥന സഫലമാകുന്ന ഒരു സമയമാണ്. ലക്ഷ്യം ലഭിക്കുവാൻ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യം കൂടുതലാണ്. അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനപരമായി ഒന്നിലധികം സ്രോതസ് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പലവിധ മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ബന്ധം കൂടുതൽ ദൃഢമായി മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളിലും അനുഭവിച്ചു പോരുന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ആരെ വിശ്വസിക്കണം എന്നറിയാതെ നിൽക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ കൂടുതൽ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ലഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. അർഹമായ നേട്ടങ്ങൾ, വിജയങ്ങൾ, സ്നേഹം എന്നിവ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ട്രക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെ രൂപപ്പെടാം. ഇമോഷണലി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇമോഷണലായുള്ള ആ സൈഡ് മാറ്റിവെച്ച് നിങ്ങൾ കൂടുതൽ ബുദ്ധിപൂർവം ചിന്തിക്കുവാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. സ്വന്തം കഴിവിനാൽ നിങ്ങൾക്ക് ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ ഈ സമയം തൊഴിൽപരമായ വളർച്ചയ്ക്ക് മറ്റുള്ളവർ അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ അവർ മൂലം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ വിഷമങ്ങൾ പലപ്പോഴും അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. സ്വന്തം മനസ്സിനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. രഹസ്യങ്ങൾ പലതും പുറത്ത് പറയാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപ് ഇത്തരത്തിൽ പല രഹസ്യങ്ങൾ പലരെയും വിശ്വസിച്ച് പറയുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായ സാഹചര്യം പോലുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശ്രദ്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് എന്ന ബോധ്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ സ്പിരിച്വലി വളരെ പ്രൊട്ടക്റ്റഡ് ആയുള്ള വ്യക്തികളാണ് എന്ന് പറയാം. ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം പലപ്പോഴും അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പലരുമായി കൂടിച്ചേരലുകളും പല വ്യക്തികളുമായി ബന്ധങ്ങളും നിങ്ങളിലേക്ക് കൂടുതൽ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ചിലർ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾക്കായി നിങ്ങൾ തയ്യാറായി ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നതുമാണ്. എല്ലാം പറ്റും എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും പാസ്റ്റിലെ വലിയ വിഷമതകൾ, അടിച്ചമർത്തലുകൾ നിങ്ങളിൽ നിന്നും വിട്ടു പോകേണ്ടതും അനിവാര്യമാണ്. ഇവയിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ പാഠങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് എനിക്കെല്ലാം പറ്റും എന്ന രീതിയിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ചിന്തകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. പോസിറ്റീവായ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് സംസാര കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. മറ്റുള്ളവരെ പല കാര്യങ്ങളിലും സംസാരിച്ച് മനസ്സിലാക്കുവാൻ പോലും സാധിക്കും. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം
നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സമയമാണ്. ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.